ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ നാലാമതായിട്ട് പഠിക്കുന്ന അവകാശമാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയുള്ള ഭാഗങ്ങളിലാണ് ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്, അത് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 25 പറയുന്നത് ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ടുള്ളത് ഏതൊരു വ്യക്തിക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. എന്തിനാണ്? അവരുടെ ഫ്രീഡം ഓഫ് കൺസൈൻസിനും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുമുണ്ട്. അതിൽ ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ഇന്നർ ഫ്രീഡമാണ് അദ്ദേഹത്തിന് ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ക്രീച്ചറിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ ഇന്നർ ഫീലിംഗ് ആണ്. ഓക്കെ, അത് ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ രൂപപ്പെടുത്തി എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ ഡിസയറിനനുസരിച്ച് നടക്കണമെന്നാണ് ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആർട്ടിക്കിൾ 25 കീഴിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് റൈറ്റ് ടു പ്രൊഫസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രൊഫസ് എന്നാൽ ഒരാൾക്ക് അയാളുടെ റിലീജിയൻ, ബിലീഫ്, ഫെയ്ത്ത് എല്ലാം വളരെ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാനും അത് തുറന്നു പറയുവാനും സാധിക്കുകയും എൻ്റെ വിശ്വാസം ഇതാണെന്ന് ഒരാൾക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതായിരിക്കും അയാളുടെ വിശ്വാസം. അതിനുള്ള അവകാശമാണ് റൈറ്റ് ടു പ്രൊഫസ് എന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ആർട്ടിക്കിളിന് കീഴിൽ ലഭിക്കുന്ന അവകാശമാണ് റൈറ്റ് ടു പ്രാക്ടീസ് എന്നത്. ഒരു വ്യക്തിയുടെ അവകാശം എന്താണോ, അയാളുടെ ഐഡിയാസ് എന്താണോ അത് എക്സിബിറ്റ് ചെയ്യാനും അയാൾക്ക് അയാളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, ആരാധനകൾ, ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യാനുള്ളൊരു അവകാശം ഭരണഘടന ഒരു വ്യക്തിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതാണ് റൈറ്റ് ടു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിച്ച് വരുവാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്ക് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് റൈറ്റ് ടു പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 25 നൽകുന്ന നാലാമത്തെ അവകാശമാണ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നുള്ളത്. ഒരാൾക്ക് അയാളുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്താണോ അത് മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിക്കുവാനും ഡിസിമിനേറ്റ് ചെയ്യുവാനും പറ്റും. അതുപോലെ മതപ്രചാരണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നടത്തുവാനുമായിട്ടും സാധിക്കും. എന്നാൽ ഈ അവകാശം നൽകുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തിയെ അയാളുടെ സ്വന്തം റിലീജിയനിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നില്ല. ഒരു വ്യക്തിക്ക് സ്വയമേ തോന്നുകയാണ് ഞാൻ ഇന്ന മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാം. അങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ നിർബന്ധിച്ച് ഇന്നതാണ് നല്ലത്, അതാണ് നല്ലത്, ഇതാണ് നല്ലത് എന്നൊരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറി അയാളെ നിർബന്ധിച്ചിട്ട് മതപരമായിട്ടുള്ള മാറ്റങ്ങൾ നടത്തുവാൻ ഭരണഘടന പ്രകാരം സാധ്യമല്ല എന്നും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 25 പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരാളുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല ആർട്ടിക്കിൾ 25 നൽകുന്നത്. അയാൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം പ്രാക്ടീസുകളുണ്ട്, അല്ലെങ്കിൽ ആചാരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം കൂടിയാണ് ആർട്ടിക്കിൾ 25 നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യൻ പൗരനായിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു വിദേശ പൗരൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ എന്താണോ അത് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഒരു വിദേശ പൗരനും ലഭിക്കുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 25 പറയുന്ന അവകാശങ്ങൾ ഇന്ത്യൻ സിറ്റിസണിനും ലഭിക്കുന്നുണ്ട്. ആ കൂടെ തന്നെ ഒരു ഫോറിനറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിദേശ പൗരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏലിയനായിട്ടുള്ള വ്യക്തിക്കും ഈ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കുക. ബിക്കോസ് അത് ചോദിക്കും. നമ്മുടെ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത് ഒരു വിദേശിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ബിക്കോസ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്മൾ ഏതൊരു ആർട്ടിക്കിളും പഠിക്കുന്ന സമയത്തെ പോലെ തന്നെ ആർട്ടിക്കിൾ 25 കുറേയധികം എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അവകാശങ്ങളൊക്കെ തന്നെ ഒരു പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം, മൗലിക അവകാശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇതിന് മേലെ വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിലീജിയസ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എക്കണോമിക്, ഫിനാൻഷ്യൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സെക്യുലർ ആക്ടിവിറ്റീസൊക്കെ റെഗുലേറ്റ് ചെയ്യുവാനും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ടായിരിക്കുന്നതാണ്? സ്റ്റേറ്റിനുണ്ടായിരിക്കുന്നതാണ്. അടുത്തായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല, ഹിന്ദുസിനിടയ്ക്ക് വരുന്ന സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഹിന്ദുസിനിടയ്ക്ക് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു കമ്മ്യൂണിറ്റീനെ അല്ല ഈ ഹിന്ദുസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഈ ഹിന്ദു എന്ന് പറയുന്നതിനകത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരും, സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരും,
ജെയിൻസ് വരും, അതുകൂടാതെ ബുദ്ധമതത്തിൽപ്പെടുന്ന ആൾക്കാരും വരും. അപ്പോൾ ഈ 4 കൂട്ടരെയും കൂടെ കൂട്ടിയിട്ടാണ് ഹിന്ദുസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിലുള്ള സെക്ഷൻസ്, ഒക്കെ അവരുടെ സെക്ഷൻസ് ക്ലാസ് വരുന്ന ആൾക്കാർക്കായിട്ട് ഒരു സാമൂഹിക ക്ഷേമത്തിനും പരിഷ്കരണത്തിനും ഒക്കെ ആയിട്ട് ഒരു പൊതു സ്വഭാവമുള്ള ഹിന്ദു മത സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ടായിരിക്കുമെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. അവിടെ ഹിന്ദു എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിൽപ്പെടുന്ന ആൾക്കാരെ മാത്രമല്ല, അതിന് ബ്രോഡറായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. ഹിന്ദുസ് അതിനകത്ത് വരുന്നുണ്ട്, ബുദ്ധമതക്കാർ അതിനകത്ത് വരുന്നുണ്ട്, ജെയിൻസ് അതിനകത്ത് വരുന്നുണ്ട്, സിഖ് മതത്തിൽപ്പെടുന്ന ആൾക്കാരും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ബിക്കോസ് അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്കതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ബിക്കോസ് അങ്ങനെയാണല്ലോ, മുന്നോട്ട് പോകുന്നതോറും എക്സാംസ് കൂടുതൽ ടഫ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും എക്സ്പെക്റ്റ് ചെയ്യാം ചോദ്യമായിട്ട്. ഓക്കെ, ആർട്ടിക്കിൾ 25 നൽകുന്ന അടുത്തൊരു എക്സെപ്ഷനാണ്. ഇപ്പം നമ്മുടെ സിഖ് മതത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് കൃപാൻസ് ധരിക്കുവാനോ അത് ക്യാരി ചെയ്യുവാനുള്ളൊരു സ്പെഷ്യൽ അവകാശം ആർട്ടിക്കിൾ 25 കീഴിൽ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കും, ഏത് ആർട്ടിക്കിളിൻ്റെ പിൻബലത്തിലാണ് സിഖ് മതക്കാർക്ക് കൃപാൻ ധരിക്കുവാനും അതിൽ കയ്യിൽ കൊണ്ട് നടക്കുവാനുള്ള അവകാശം ഗ്യാരണ്ടി ചെയ്ത് ലഭിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ചാണ് സിഖ് മതത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കൃപാൻസ് ക്യാരി ചെയ്യുവാനും അത് ധരിക്കുവാനുള്ളൊരു സ്പെഷ്യൽ പ്രൊവിഷൻ നൽകുന്നത്. ഓക്കെ, ബിക്കോസ് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളാൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ അവർക്ക് ഒഴിച്ചുകൂടാനാകാത്തതും അവർക്ക് അനുവർത്തിച്ച് പോകേണ്ട കാര്യമായിട്ടുള്ളതുകൊണ്ടാണ് ഇതിനൊരു സ്പെഷ്യൽ പ്രൊവിഷൻ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ട് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ നെഗറ്റീവ്സ് പറയുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, താങ്ക്